യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനമാണ് നാം കേൾക്കാൻ പോകുന്നത്. ക്രിസ്തുമസ് കഴിഞ്ഞുള്ള വെള്ളിയാഴ്ചയാണ്. ഈ വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ച കൂടിയാണ്. കഴിഞ്ഞ ഒരു വർഷങ്ങളിൽ ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. അതോടൊപ്പം നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ, സന്തോഷത്തോടെയൊക്കെ ഒരു പരിധിവരെ ആയിരിക്കാൻ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും സമയവും അവസരവും ഒക്കെ നൽകിയതിന് നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഇന്ന് കേൾക്കുന്ന ദൈവവചനം വലിയൊരു അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ, കുടുംബങ്ങളിൽ, നമ്മുടെ നാടുകളിൽ, അടുത്തായിരുന്നാലും അകലെയായിരുന്നാലും ഇന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടയാകട്ടെ. സത്യത്തിൽ ഒരാൾ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവത്തിന് തിരിച്ച് ആ വ്യക്തിയെ, ആ കുടുംബത്തെ സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. നാം ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുന്നത് സ്നേഹത്തോടെയാണ്. ഞാനും നിങ്ങളും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. ദൈവത്തിന് തിരിച്ച് നമ്മെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. നമുക്കിന്ന് പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഈ വചനം നമുക്കിന്ന് കേൾക്കാം. പൗലോസ് ശ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 16-17 വാക്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. 1 കോറിന്തോസ് 9-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അത് എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നത് അത് അഹങ്കരിക്കാൻ ഒന്നും കാരണമാകുന്നില്ല. പിന്നെയോ അത് കടമയാണ്. ഞാൻ മാത്രമല്ല, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ എത്ര പേർക്കാണ് അത് ഷെയർ ചെയ്ത് അവരവരുടെ വീടുകളിൽ എത്തിക്കുന്നത്? നിങ്ങളും ചെയ്യുന്നത് സുവിശേഷ വേലയാണ്. അതെൻ്റെയും നിങ്ങളുടെയും കടമയാണ്. ദൈവത്തിൻ്റെ വചനത്തെ കൊടുക്കുകയാണ്. സുവിശേഷം ഞാൻ പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. 17-ാമത്തെ വാക്യം, ഞാൻ സ്വമനസ്സാ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. ദൈവത്തിൻ്റെ വചനം ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അത് സ്വീകരിക്കുന്നതെങ്കിൽ, അത് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായും അതിന് പ്രതിഫലമുണ്ട്, അതിനുത്തരമുണ്ട്. ചില ആളുകൾ, ചില വ്യക്തികൾ ഓരോ നിയോഗത്തോടെയാണ് ആ വചനം അനേകരിലേക്ക് എത്തിക്കുന്നത്. പ്രതീക്ഷയോടെയാണ്, പ്രാർത്ഥനയോടെയാണ് ഈ വചനം. ശ്രദ്ധിക്കുക, 17-ാമത്തെ വാക്യം, ഞാൻ സ്വമനസ്സാ ഇത് ചെയ്യുന്നെങ്കിൽ. ആരുടെയെങ്കിലും നിർബന്ധം കൊണ്ടോ, വഴക്ക് പറഞ്ഞുകൊണ്ടോ, ദേഷ്യപ്പെട്ടത് കൊണ്ടോ, അവരെന്നാ വിചാരിക്കുമെന്ന് വിചാരിച്ചോ, മറ്റുള്ളവരെ കാണിക്കാനോ ബോധ്യപ്പെടുത്താനോ ഇതിനൊന്നും ആയിരിക്കരുത്. സ്വമനസ്സ, സന്തോഷത്തോടെ നിങ്ങളുടെ വീടുകളിൽ ഈ വചനം കേൾക്കുന്നു. സ്വമനസ്സ. എത്രയൊക്കെ തിരക്കുണ്ട്, എത്രയൊക്കെ ക്ഷീണമുണ്ട്, എത്രയെല്ലാം പല കാര്യങ്ങളിൽ വ്യഗ്രചിത്രയുള്ള മനസ്സുണ്ട്. എന്നാലും സ്വമനസ്സ ഈ സുവിശേഷം, ഈ ദൈവവചനം നിങ്ങൾ കേൾക്കുന്നെങ്കിൽ തീർച്ചയായും അതിന് പ്രതിഫലമുണ്ട്. പ്രതിഫലമുണ്ട്. ആരെയും നിർബന്ധിക്കണ്ട, ആരെയും ഈ വചനം വഴക്ക് കൂടി കേൾപ്പിക്കരുത്. ഇത് നിർബന്ധം കൊണ്ട് ഇത് ഷെയർ ചെയ്യരുത്. സ്വമനസ്സ, സന്തോഷത്തോടെ, അസൂയയില്ലാതെ, സ്വാർത്ഥതയില്ലാതെ, സന്തോഷത്തോടെ മനസ്സിൽ തട്ടി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് ഒരു വചനം ഒരാൾക്കോ 100 1000 പേർക്ക് കൊടുത്താൽ, സുവിശേഷം പ്രസംഗിച്ചാൽ, സുവിശേഷം കൊടുത്താൽ, വചനത്തെ കൊടുത്താൽ, സ്വമനസ്സാ അത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. അങ്ങനെയല്ലെങ്കിൽ മറ്റാരുടെയോ
നിയോഗമനുസരിച്ചാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വചനം വായിച്ചത് ദൈവവചനത്തെ കഴിഞ്ഞൊരു വർഷം മുഴുവൻ അല്ലെങ്കിൽ 2-3 വർഷമായി നമ്മൾ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുകയും ആ വചനത്തെ അനേകരിൽ എത്തിക്കുകയും ചെയ്യുവാണ്. അത് നമ്മുടെ കുടുംബത്തിനകത്ത് ഒരു പ്രതിഫലമുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിന് അത് അനുഗ്രഹമുള്ള പ്രതിഫലമായി മാറും. അനുഗ്രഹമുള്ള പ്രതിഫലമായി അത് മാറും. അനുഗ്രഹമുള്ള പ്രതിഫലം. നമുക്കിന്ന് പ്രാർത്ഥിക്കണം. സുവിശേഷത്തെ കൊടുക്കാൻ കർത്താവേ, നല്ല മനസ്സുള്ളവരെ എഴുന്നേൽപ്പിക്കണമേ, കൊണ്ടുവരണമേ. അങ്ങയുടെ വചനത്തെ സ്വമനസ്സാ കൊടുക്കുമ്പോൾ അതിന് പ്രതിഫലമുണ്ട്. ഇപ്പോൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് ഓർത്തേ. ഇതെല്ലാവരോടും ഒരു അറിയിപ്പായിട്ട് പറയുവാണ്. ജനുവരി മാസം 2026 ജനുവരി മാസം 1-ാം തീയതി വ്യാഴാഴ്ചയാണ്. അന്നത്തെ ഡെയിലി ബ്ലെസ്സിങ് ഒരിക്കലും മറക്കരുത്. അന്നുള്ള വചനം ഒരു വർഷത്തേക്കുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ തുടക്കമാണ്. ആ ദിവസം ഓർക്കുക. ജനുവരി മാസം 5-ാം തീയതി മുതൽ ഫെബ്രുവരി മാസം 6-ാം തീയതി വരെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോന്നും ഒരു അനുഗ്രഹമായി വെളിപ്പെടും. അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ, ഫോം പൂരിപ്പിക്കേണ്ട കാര്യങ്ങൾ, എഴുതേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കും. കാരണം അതെല്ലാം ഒരു അനുഗ്രഹത്തിന് തുടക്കമാകും എന്ന് കഴിഞ്ഞ നാളുകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇന്ന് വചനം കേട്ടതുപോലെ സ്വമനസ്സാ അത് ചെയ്യുന്നെങ്കിൽ തീർച്ചയായും നിനക്ക് പ്രതിഫലമുണ്ട്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഏത് വിഷയമാണ് ഇന്ന് കൂടുതലായി പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങളുടെ കുടുംബത്തിൽ ഒട്ടും സ്വസ്ഥതയില്ലാത്തൊരു സാഹചര്യമാണോ? വഴക്കിട്ട് ഭിന്നിച്ചകന്നിരിക്കുന്നൊരു സാഹചര്യമാണോ? സാമ്പത്തികമായ പ്രതിസന്ധികളിൽ വല്ലാതെ തകർന്നിരിക്കുകയാണോ? അതോ ഏതെങ്കിലും രോഗപീഠകൾ കൊണ്ട് മാനസികമായി വിഷമിച്ചിരിക്കുകയാണോ? നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പെട്ടുകിടക്കുകയാണോ? തകർന്നു കിടക്കുകയാണോ? ചില പ്രിയപ്പെട്ടവർ മരണം മൂലം വേർപിരിഞ്ഞു പോയതിലുള്ള ദുഃഖമാണോ? ഏതാണ് നിങ്ങളുടെ ദുഃഖം? എവിടെയാണ് നിങ്ങൾ വാടിയ മനസ്സോടെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നല്ലൊരു ഭവനമില്ലാത്തത് കൊണ്ടാണോ? ഭവനമണി പൂർത്തിയാകാത്തത് കൊണ്ടാണോ? ഈ വർഷവും എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടന്നില്ലല്ലോ, ഈ വർഷവും ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം തന്നില്ലല്ലോ, ഇങ്ങനെയുള്ള പ്രയാസത്തിലാണോ? ഈ വർഷവും ജോലിയിലൊരു പ്രൊമോഷൻ ഉണ്ടായില്ലല്ലോ, ഈ വർഷവും നല്ലൊരു ജോലി കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ പോകാൻ ഒത്തില്ലല്ലോ, PR ശരിയായില്ലല്ലോ, വീടൊന്നും മേടിക്കാൻ പറ്റിയില്ലല്ലോ. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടണ്ട. നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ദൈവവചനമാണ്. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, സ്വമനസ്സ ആണ് കേൾക്കുന്നതെങ്കിൽ, കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായും അതിന് പ്രതിഫലമുണ്ട്, അതിനുത്തരവുണ്ട്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം ഈ 26-ാം തീയതി കേട്ട് പ്രാർത്ഥിച്ച ഓരോരുത്തരെയും, അത് അയച്ചു കൊടുത്തവർ, സ്വീകരിച്ചവർ, എഴുതിയവർ, പ്രാർത്ഥിച്ചവർ സകലരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വെള്ളിയാഴ്ച ദിവസം വചനം കേൾക്കാൻ ഈ സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നവരെ, വന്നുകൊണ്ടിരിക്കുന്നവരെ സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിൽ ഏൽപ്പിക്കുന്നു, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മുപ്പെത്താത്ത മരണങ്ങൾ, ചതികളിൽ നിന്നും, വഞ്ചനയിലും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. ശരീരത്തിൻ്റെ അകവും പുറവും സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും നൽകണമേ. നിലനിൽക്കുന്ന ഐശ്വര്യം നൽകണമേ. കഴിഞ്ഞ വർഷം, ഈ വർഷം ഞങ്ങൾക്ക് നൽകിയ സകല അനുഗ്രഹങ്ങൾക്ക് നന്ദി. വചനം ഒരുക്കിയതിന് നന്ദി, വചനം നൽകിയതിന് നന്ദി, അത് സ്വീകരിക്കാൻ അനേകരെ ഒരുമിച്ച് കൂട്ടിയതിന് നന്ദി. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ടവരായ നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ദിവസം എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കേൾക്കുന്നവർ മറക്കാതിരിക്കട്ടെ. ജനുവരി മാസത്തെ 1-ാം തീയതി ഡെയിലി ബ്ലെസ്സിങ് മറക്കാതെ കാണുക, പ്രാർത്ഥിക്കുക. അതോടൊപ്പം തുടർന്നുള്ള ദിവസങ്ങളിൽ, അവധിക്കാലമൊക്കെയാണ്, തിരക്കുള്ള സമയമായാലും 5-10 മിനിറ്റ് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നാളെയും കാണുന്നതുവരെ വലിയവനായ ദൈവം, സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിലെന്ന പോലെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. ആമേൻ.